ശ്രീധേട്ടാ നമസ്കാരം. നമസ്കാരം. ഓ, പിറന്നാൾ ദിവസം വീണ്ടും ഒരു ബോർഡർ അതെ, യാത്ര. ഓക്സിജന്റെ ഭയങ്കര കുറവുണ്ട്. അതെ 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 എന്താ പറയാ, നമ്മളിപ്പോ നിൽക്കുന്ന സ്ഥലം ബൂംല പാസ്, അതെ ഇന്ത്യ ചൈന ബോർഡർ. നമ്മൾ ബോർഡറിൽ പോയി 100 മീറ്ററിന് അപ്പുറം നമുക്ക് ചൈന ബോർഡർ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അതെ ചൈനീസ് അതെ പട്ടാളക്കാരൊക്കെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അവർ നമ്മളെ വീഡിയോ ഒക്കെ എടുത്ത് നോക്കുന്നുണ്ടായിരുന്നു. നമുക്ക് ഫോട്ടോ എടുക്കാനോ ഒന്നിനും അനുവാദം ഉണ്ടായിരുന്നില്ല. ഇല്ല ഇല്ല അതിൽ വേറെ രസം ഉണ്ടായത്, ഇന്ത്യൻ പട്ടാളക്കാർ ചരിത്രങ്ങൾ പറയുമ്പോൾ അവർ പറഞ്ഞു നമ്മളോട്, നിങ്ങൾ മലയാളത്തിലോ തമിഴിലോ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവുന്ന വിചാരിക്കണ്ട, അവര് ട്രാൻസ്ലേറ്റർ വെച്ചിട്ടുണ്ട്, അപ്പൊ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും, അത് ഒഴിവാക്കണം പറഞ്ഞു. അതെ. അപ്പോ അത്രയും അടുത്ത് 50 meters. ഒരു 50 മീറ്റർ ഉണ്ടാവുള്ളൂ. നമുക്ക് കാണാം ഒരു നീല, നമ്മുടെ അവിടുത്തെ ഒരു ബിൽഡിംഗ് കാണാം, അപ്പുറത്തെ നീല അതെ ബിൽഡിങ്ങിലും അതെ കാണാം. അതെ അതെ അത് ഭയങ്കര രസമായി. അതെ. നമ്മള് വീണ്ടും കഴിഞ്ഞ പ്രാവശ്യം പിറന്നാളില് സിക്കിമിലായിരുന്നു. അതെ ഈ പ്രാവശ്യം ശരിക്കും ഒന്നുകൂടി തവാങ്ങില്. ചൈനീസ് ബോർഡർ. അതിൻ്റെ ഇടയിൽ സ്പിറ്റി വാലി പോയിട്ടുണ്ടായിരുന്നു. അതെ അതെ അതിനു മുമ്പ് ധർമ്മശാലയിലായിരുന്നു പിറന്നാള്. ഓരോ പിറന്നാളിലും ടിബറ്റിന്റെ അടുത്തേക്ക് ചൈനീസ് ബോർഡറിലേക്കാണ് ഭഗവാൻ കൊണ്ടുപോകുന്നത്. അതെ. അപ്പൊ അതിനൊരു രഹസ്യമുണ്ട്. കാരണം ടിബറ്റ് ഏതോ ഒരു രഹസ്യങ്ങൾ വെച്ചിട്ടുള്ളതാണ്. ആ രഹസ്യങ്ങളുടെ ഭാഗമായിട്ടാണ് ഇപ്പോഴും നമ്മളിവിടെ വന്നിരിക്കുന്നത്. ഈ പിറന്നാൾ ചൈനീസ് പട്ടാള ഇന്ത്യൻ ബോർഡറിൽ ഇന്ത്യൻ പട്ടാളക്കാരുടെ കൂടെയായിരുന്നു. പക്ഷെ അതിനപ്പുറം ചില കാര്യങ്ങളുണ്ട്. അതിനാണ് ഭഗവാൻ നമ്മൾ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. നമുക്ക് എന്താ പറയുക, യതികൾ വീണ്ടും നമ്മൾ ആ യതികളുടെ കാവൽ ഭാരതത്തിന് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഭാരതത്തിന് ആത്മീയ തേജസ്സിനും ഭാരതത്തിനും. അപ്പോൾ കാവൽ ദൈവങ്ങൾ, കാവൽ, അവരെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ നമ്മൾ ഇന്ന് അയച്ചിരിക്കുന്നത്. ഈ ദിവസത്തിന് ശനി ഭഗവാനായിട്ടൊക്കെ പ്രത്യേകതയുണ്ട്. സാറ്റർഡേ ആണ് ഇന്ന്, അതിന് ഓരോ ശനിയായിട്ട് പ്രത്യേകതയുണ്ട്. നമ്മുടെ രണ്ടാമത്തെ വിഗ്രഹം അതും ശനി ഭഗവാനായിട്ട് കണക്റ്റഡ് ആണ്. അതൊക്കെ ഞാൻ പിന്നെ അതിലേക്കൊക്കെ വരാം. ഇപ്പോൾ ഒരു പഴനിയിലത്തെ, കാരണം പഴനി ചൊവ്വ കണക്റ്റഡ് ആണെന്ന് പറയുമ്പോൾ സെക്കൻഡ് രണ്ടാമത്തെ വിഗ്രഹത്തിന് മുമ്പ് നേരെ ശനിയായിട്ടുള്ള കണക്ട് ചെയ്യണ കുറേ കാര്യങ്ങളുണ്ട്. ശനി സാറ്റേൺ ആയിട്ട് കണക്ട് ചെയ്യണത്, അതൊക്കെ പിന്നെ പറയാം. ഡാർക്ക് എനർജി ആയിട്ട് കണക്ട് ചെയ്യണ, ഓക്സിജൻ കുറവാണ്. കുറെ പേര് വീണു, കുറെ പേര് ബോധം കെട്ട് വീണു. വീണു. സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ വീഴും. സംസാരിക്കുമ്പോ അത് വരിക. ക്യാപ്റ്റൻ മെല്ലെ മെല്ലെ സംസാരിച്ചു. കുറച്ചു പേരൊക്കെ വീണു, കുറെ പേരെ കൊണ്ടുപോയി, എടുത്തോണ്ടൊക്കെ പോയി. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത്, കാരണം 15,200 അടി ഉയരത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. 15,200 അടി ഉയരത്തിൽ എന്ന് പറയുമ്പോൾ ആ ഓക്സിജൻ അളവ് വളരെ കുറവാണ്. അപ്പോ നമ്മള് യതികളെ, കാവൽ ദൈവങ്ങളെ, പിന്നെ സാറ്റൻ, അത് കണക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങള്, അമാവാസിയും കൂടിയാണ്. അപ്പൊ സാറ്റൻ കണക്ട് ചെയ്ത കാര്യങ്ങള്, പിന്നെ നമ്മളെ ഇത്തരം പ്രാർത്ഥനകളിൽ, ഇത്തരം ഒരു കാര്യങ്ങൾക്ക് കാവൽ, അവർക്ക് നമ്മൾ വലിയൊരു കാര്യം ചെയ്യാൻ പോവാണ്. മെയ് ഫസ്റ്റിന് നമ്മളൊരു വലിയൊരു ഹോമം പഴനിമലയിൽ ചെയ്യാൻ പോവാണ്. അത് എങ്ങനെയാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, അതിനു മുമ്പുള്ളൊരു യാത്രയാണത്. അത് യതികളായിട്ട് കണക്റ്റഡ് ആണ്, സുഭാഷ് ചന്ദ്രബോസ് ആയിട്ട് കണക്റ്റഡ് ആണ്. എല്ലാരും വെയിറ്റ് ചെയ്ത് ഇടുന്ന വീഡിയോന്റെ അടിയിലൊക്കെ കമന്റിൽ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. സുഭാഷ് ചന്ദ്രബോസ് ആയിട്ട് കണക്റ്റഡ് ആണ്. നമ്മുടെ കാവൽ ദൈവങ്ങൾ എന്ന് പറയുന്ന ഒരു ഇത് കണക്റ്റഡ് ആണ്. അതിലും പോലെ വളരെ ഇമ്പോർട്ടന്റ്, സ്പിറ്റി വാലിയിൽ നമ്മൾ പറഞ്ഞിരുന്നു, അശോക ആൻഡ് അൺനോൺ 9 പേര്, ഭാരതത്തിന്, ആധുനിക ഭാരതത്തിന്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന 9 ഭാരതീയ ഇലുമിനാറ്റികൾ. കാരണം ഭാരതം ബാക്കിയുള്ള ഇലുമിനാറ്റി അല്ല, ഭാരതത്തിന് ഇലുമിനാറ്റി. കാരണം ഭാരതം ഡീപ് സ്റ്റേറ്റ് ആവാൻ പോവാന്ന് നമ്മുടെ എന്റെ ഇന്റർവ്യൂലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ അടുത്ത് കാനഡക്കാര് പറഞ്ഞു അവരുടെ തെരഞ്ഞെടുപ്പില് ഭാരതം ഇടപെടാൻ പോവാന്ന്. മുമ്പൊക്കെ വെസ്റ്റേൺകാർക്കാണ് ആ സ്വഭാവം ഉണ്ടായിരുന്നത്. നമ്മളിപ്പോ നമ്മള് ഡീപ് സ്റ്റേറ്റ് ആവാൻ പോവാണ്. അതിൻ്റെ ഒരു പടിയായ ഈ 9 പേര് എവിടെയാന്നുള്ളത് ഭയങ്കര സീക്രട്ടാണ്. അതിലൊരു വിഭാഗം സ്പിറ്റി വാലിയിലാണ്, ഇവിടെ വേറൊരു തവാങ്ങിലാണ്, ഈ സ്ഥലങ്ങളിലാണ്. അപ്പോ ഈ 2-3 കാര്യം, സുഭാഷ് ചന്ദ്രബോസ്, യതികള്, അശോകാന്റെ അണ്ണാനില് കുറച്ച് ആൾക്കാര്,
സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയാമോ? അല്ല, അതിൽ കൂടുതൽ പറയാനുള്ള അനുവാദമില്ല. ഇല്ല. പക്ഷെ അശോകൻ 9 പേര് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 9 ഇമ്പോർട്ടൻ്റ് ആൾക്കാരിൽ നമ്മുടെ അവർ ഭാരതത്തിന് പല കാര്യങ്ങളും നിയന്ത്രിക്കാൻ പോകുന്നുണ്ട്. ആ നിയന്ത്രിക്കണതിൻ്റെ ഇത്തരം എനർജികൾ നിങ്ങൾ ഒരു 2-3 കാര്യം കൂടി ശ്രദ്ധിച്ചാൽ മതി. മുരുക ഭഗവാനെ എൻ്റെ ഡ്യൂട്ടി എനിക്ക് തന്നിട്ടുള്ളത് തെക്ക് കിഴക്ക് ഏഷ്യയിലേക്കാണ്. ലോകം മുഴുവൻ മുരുകയുഗം വരാൻ പോവുകയാണെങ്കിലും അത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അടുത്ത തലമുറയ്ക്കുള്ളതാണ്. എൻ്റെ കാലശേഷം അത് കൊണ്ടുപോകാൻ അടുത്ത ആൾക്കാർ വരും, അവർ കൊണ്ടുപോകും. പക്ഷെ എൻ്റെ ഏരിയ തെക്ക് കിഴക്ക് ഏഷ്യ സൈഡാണ്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇനി അതിനു മുമ്പ് പോവാ, ബുദ്ധൻ സഞ്ചരിച്ച വഴി എവിടെയാണെന്ന് ആലോചിക്കുക. തെക്ക് കിഴക്കൻ തെക്ക് കിഴക്ക്. മുരുകവാന്റെ സ്ഥലം ഏതാന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. കുമരികാണ്ഡവും ഏഷ്യയുടെ രാജാവായിരുന്നു മുരുകഭവൻ എന്നാ പറയാ. സൗത്ത് ഏഷ്യയുടെ കുമാരികാണ്ഡത്തിന്റെ അത് ഡിവൈഡ് ചെയ്തിട്ടുള്ള സ്ഥലങ്ങൾ മുഴുവൻ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലാണ്. ബുദ്ധൻ പോയത് ആ വഴിക്ക്, സുഭാഷ് ചന്ദ്രബോസ് ഏത് വഴിക്കാ പോയിക്കുക? ആ വഴിക്കാണ് പോയത്. അപ്പൊ ഇതെല്ലാം ഇത് കണക്റ്റഡ് ആണ്, ചരിത്രത്തിലെ എനർജി കണക്റ്റഡ് ആണ്. അപ്പൊ അതിൽ അശോകന്റെ 9 പേർക്കും ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ആ വഴിക്കാണ് എൻ്റെ യാത്രയും പോകാൻ പോണത്. അപ്പൊ എൻ്റെ യാത്രയിൽ മുരുകവാനുണ്ട്, അദ്ദേഹത്തിന് ഡയറക്ഷൻ ഉണ്ട്, ഈ പറഞ്ഞ ആൾക്കാരുടെ എല്ലാം വഴികാട്ടുകലുകളും ഉണ്ട്. അങ്ങനെയുള്ള യാത്രകളുടെ കൂടെ സഞ്ചരിക്കുമ്പോൾ ഈ സ്ഥലം 15,200 അടി ഉയരമുള്ള ഈ സ്ഥലത്ത് യതികളുടെ സാന്നിധ്യമുണ്ട്. അശോക അണ്ണാനിൽ കുറച്ച് ആൾക്കാരുടെ സാന്നിധ്യമുണ്ട്. കാവൽ ദൈവങ്ങളുടെ സാന്നിധ്യമുണ്ട്. ഇവിടുന്ന് ഞാൻ മണ്ണെടുത്തു, ഭഗവത് സാഹിത്യം ഇന്ത്യ ചൈന ബോർഡറിൽ നിന്ന് മണ്ണെടുത്തു. മെയ് 1 നമ്മൾ അത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ചേക്കുക. മെയ് 1 എല്ലമാർക്ക് 9ാം വർഷത്തിലേക്ക് കടക്കാൻ പോവാണ്. 9ാം വർഷത്തിലേക്ക് കടക്കാൻ പോവാണ്. ഈ 9 വർഷത്തിനുള്ളിൽ മുരുകവാന്റെ അനുഗ്രഹത്താൽ ഡയറക്ഷനിൽ നമ്മൾ ഒരുപാട് ഡ്യൂട്ടി ചെയ്തു. അത് ഈ ഭാരതത്തിന് നമ്മൾ അവകാശവാദങ്ങളൊന്നും ഉന്നയിക്കണില്ല, ഒരു അണ്ണാരക്കണ്ണന് ചെയ്യാൻ പോലുള്ള കാര്യങ്ങൾ ചെയ്തു. അതിൻ്റെ റിസൾട്ട് ഭഗവാൻ സാധിച്ച് കിട്ടുന്നുണ്ട്. അടുത്ത വീഡിയോയിൽ ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് പറയാം. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പറയുന്നു, മെയ് 1 നമ്മൾ പുലർച്ചെ 4 മണിക്ക് പഴനിയിൽ ഒരു ഹോമം നടത്തുന്നുണ്ട്. അതിന് തലേ ദിവസം 29-ാം തീയതി ഏപ്രിൽ 30-ാം തീയതി ലൈറ്റ് ബോഡി മെഡിറ്റേഷൻ വൈകിട്ട് 7:30 വെക്കും. അടുത്ത ദിവസം കാലത്ത് മെയ് 1 കാലത്ത് 4 മണി തൊട്ട് 9 മണി വരെ നമ്മൾ മഹാഹോമം ചെയ്യുന്നുണ്ട്. ആ ഹോമത്തിൻ്റെ പ്രത്യേകതകൾ എന്താണെന്നുള്ളതും അതെന്തിനു വേണ്ടി ചെയ്യുന്നുള്ളത് ഒരു വെളിച്ചം കണ്ടു, അതെന്തിനാന്നുള്ളതും ഞാൻ അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽസ് പറയാം. അതിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളതും അതിൽ പറഞ്ഞുതരാം. അപ്പോൾ ഓർമ്മിക്കുക, മെയ് 1 ഏപ്രിൽ 30 കഴിഞ്ഞിട്ട് മെയ് 1 1-ാം തീയതി ഇവിടെ നിങ്ങളോട് സംസാരിക്കുന്നത് ഇത്രയധികം തേജസ്സുള്ള ഇത്രയധികം സീക്രട്ടുള്ള ഒരു സ്ഥലത്ത് നിന്ന് പഴനിയാണ്ടവൻ്റെ അനുഗ്രഹത്താൽ ഇവിടെ എത്തി ബുംല പാസിൽ നിന്നുകൊണ്ടാണ് 15,200 അടി നിന്നുകൊണ്ടാണ്. കൂടുതൽ അധികം സംസാരിച്ച ഓക്സിജൻ പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഈ അടുത്ത വീഡിയോയിൽ കൂടുതൽ കാര്യങ്ങൾ പറയാം. അപ്പോൾ നന്ദി. ഓം ശരവണ ഭവായ നമഃ. ജയ് പഴനിയാണ്ടവ, ജയ് ഭാരത്.